ജനാധിപത്യത്തെ സംബന്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഭരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും. 2 തവണ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ട സമയമായി. പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് പാർട്ടികൾക്കെന്നാണ് എൻ്റെ ഒരു മുമ്പെയുള്ള കാഴ്ചപ്പാട്. കാരണം അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്, വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയായാലും ഈ നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല. അത് ഞാൻ പറഞ്ഞത് ബംഗാളിലെ അനുഭവം കൂടി മനസ്സിൽ വെച്ചിട്ടാണ്. എങ്ങനെയാണ് പലപ്പോഴും പാർട്ടി പോലും ആഗ്രഹിക്കാത്ത ആളുകളും പ്രവർത്തകരുമൊക്കെ അതിലേക്ക് കടന്നു വരുന്നത്. അവർ ക്രമേണ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു തകർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് കൂടുതലായിട്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള തയ്യാറാകണം, പ്രതിപക്ഷത്തിരുന്നുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനം നടത്താൻ. നമസ്കാരം. പ്രശസ്ത കവി സച്ചിദാനന്ദൻ മുമ്പ് നെക്സ്ലൈറ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഇടതുപക്ഷത്തിന്റെ ആളായി മാറിയിരുന്നു. അദ്ദേഹം പിണറായി വിജയനോട് വലിയ ഭക്തിയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം വലിയൊരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് തുടർന്നു കഴിഞ്ഞാൽ ഇനി അഴിമതിയിൽ മുങ്ങിക്കുളിക്കും, ഈ ഗവൺമെന്റ് മാറണം, അടുത്ത മുന്നണി വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2-3 സർവേയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം ഈ സർവേ എന്ന് പറയുമ്പോൾ പലർക്കും ഇന്റലിജൻസ് സർവേ എന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നു എന്നൊക്കെയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഒരു പത്രപ്രവർത്തകന് കൃത്യമായി കിട്ടും, ഗവൺമെന്റിന് കൃത്യമായി കിട്ടുന്ന റിപ്പോർട്ടാണ് ഇന്റലിജൻസ് റിവ്യൂ. പ്രത്യേകിച്ചും പിണറായി വിജയൻ വളരെ അശ്വസ്തനായതുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടും അതേപോലെ ഇന്റലിജൻസിനെ കൊണ്ടും അന്വേഷണം നടത്തി കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലുമുള്ള നാട്യമെടുപ്പ് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് വേണം ഓരോ സ്ഥലത്തും അവരുടെ പ്രവർത്തനം മുന്നോട്ട് നീക്കാൻ. എന്നാൽ ഞെട്ടിക്കുന്ന സർവേ റിപ്പോർട്ടാണ് പിണറായി വിജയൻ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ സർവേ റിപ്പോർട്ടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇന്ന് മനോരമ അത് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ എന്താണോ ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, NDTV എന്താണോ പറഞ്ഞിട്ടുള്ളത്, അതിനെക്കാട്ടും ദയനീയമായ അവസ്ഥയാണ് ഇടതുപക്ഷ മുന്നണിയും പിണറായി വിജയനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്നും അതോടെ UDF വെച്ചടി കയറുകയാണെന്നും മാത്രമല്ല VD സതീശനാണ് ചോദ്യം ചെയ്യപ്പെടാത്ത രൂപത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതൊന്ന് വായിച്ച് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഇടതു സർക്കാർ മാറണമെന്ന് 53.7% അഭിപ്രായപ്പെട്ട് മനോരമ ന്യൂസ് ചാനൽ C വോട്ടർ വീക്ക്ലി സർവേ ഇലക്ഷൻ പെർസെന്റേജ് ഫലം. അതായത് 53.7 ഇതിൽ വന്നെങ്കിൽ 54% ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ തവണത്തിൽ വന്നിരിക്കുന്നത്. അതേസമയം 52% NDTVന്റെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആരംഭിച്ച സർവേയുടെ ആദ്യ ഫലങ്ങളാണിത്. ഇടത് സർക്കാർ തുടരണമോ എന്ന ചോദ്യത്തിൽ 40.3% വോട്ടർമാർ തുടരണമെന്ന് അഭിപ്രായപ്പെട്ടത്. അത് തെറ്റാണ്. ശരിക്കും 23% ആളുകളാണ് ഈ NDTVന്റെ സർവേയിൽ വന്നതെങ്കിൽ ഏകദേശം 18% ആളുകൾ മാത്രമേ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ, ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടിൽ അഭിപ്രായപ്പെടുന്നുള്ളൂ ഈ ഗവൺമെന്റ് മാറണം എന്നുള്ളത്, അല്ല ഈ ഗവൺമെന്റ് തുടരണം എന്നുള്ളത്. 54% ആളുകൾ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇതിൽ പറയുന്നത് 53.7% എതിരഭിപ്രായം രേഖപ്പെടുത്തി, അത് വേണ്ട. 6.1% അഭിപ്രായം പറഞ്ഞില്ല. ഡിസംബറിൽ ഇതേ ചോദ്യം ഉന്നയിച്ചവർ 45.9% തുടരണമെന്നും 49.8% മാറണമെന്നും ആണ് രേഖപ്പെടുത്തിയത്. അതായത് 49.8% ആളുകൾ രേഖപ്പെടുത്തിയത് 53.7% മാറി. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടിയിട്ട് ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ മാറുകയാണ്. മൊത്തം ജനങ്ങൾ, CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും BJP ആയാലും ഭരണം മാറണം, ആരാണോ മുന്നണി വരാൻ സാധ്യതയുള്ളത് അവർക്ക് വോട്ട് ചെയ്യാന്നുള്ളത്. അതായത് UDF ആണ് അധികാരത്തിൽ വരാൻ സാധ്യത ഉള്ളത്. ഈ ഗവൺമെന്റ് മാറാൻ ഏറ്റവും നല്ലത് UDFന് വോട്ട് ചെയ്യാണ് നല്ലതെന്ന് മനസ്സിലാക്കി
ആളുകൾ 53.7% വോട്ട് ആണ് വരുന്നത്, താല്പര്യമാണ്, എതിരഭിപ്രായമുള്ള ഈ പിണറായി സർക്കാരിനെതിരെ. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ അത് വളരെ നാരോ മാർജിൻ 45.9% തുടരണമെന്നും 49.8% മാറണമെന്നുമായിരുന്നു. അത് അത്രയും നാരോയിലുള്ള കാര്യമാണ് ഇപ്പോൾ ഒറ്റയടിക്ക് മാറിയത്. അതായത് ഓരോ ദിവസം കൂടുന്നതോറും ആളുകൾ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഇതേ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണിക്ക്. ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ അതങ്ങനെയല്ലേ. ശബരിമല സ്വർണ്ണക്കേസിൽ അന്വേഷണം നേർദിശയിലാണോ എന്നതിൽ 42.7% അല്ല എന്ന് അഭിപ്രായപ്പെട്ടു. അത് കറക്റ്റാണ്, എല്ലാവർക്കും അറിയാം, അരിഹാരം കഴിക്കുന്നവർക്ക് അറിയാം. പിണറായി വിജയൻ പറയുന്ന മാതിരി അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യം. 34.5% അന്വേഷണം തൃപ്തരാണ്, 22.8% അഭിപ്രായം പറഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഇലക്ഷന് വിഷയമാണോ, 41.9% ആണെന്നും 35.4% അല്ലെന്നും പറഞ്ഞു. 22.7% അഭിപ്രായം പറഞ്ഞില്ല. തീർച്ചയായും വിഷയമാണ്. വിഷയമാവുന്നത് എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഗവൺമെന്റിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം കള്ള കേസ് എടുത്തിരിക്കുകയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്ത രീതിയെല്ലാം വളരെ മ്ലേച്ഛമായ രൂപത്തിലാണ്, ഇല്ലീഗലാണ്. കേസ് എടുത്തത് നിയമപരമായിട്ട് നിൽക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ഈ വകുപ്പേ നിൽക്കുന്ന കേസല്ല, അതായത് ബലാത്സംഗം നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഈ ഗവൺമെന്റ് മാറണം എന്ന് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി നിയമവിരുദ്ധമായിട്ടും പ്രതികാരത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയെ പോലെ ഉപയോഗിച്ച് ഇലക്ഷന് വോട്ട് നേടാമെന്നുള്ള തന്ത്രമായിരുന്നു പിണറായി വിജയന് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രകടനം നല്ലതാണെന്ന് 27% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ അതിന്റെ ഇരട്ടി 53.1% ആളുകൾ എതിരഭിപ്രായം രേഖപ്പെടുത്തി. പക്ഷേ കഴിഞ്ഞ തവണത്തെ അതില് പറയുന്ന 55% ആളുകൾ എതിരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അഭിപ്രായം പറയാത്തവരും ശരാശരി പ്രകടനം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി ഡി സതീശൻ 24.1%, പിണറായി വിജയൻ 22.4%, ശശി തരൂർ 11.3%. അത് തെറ്റാണ്. 31% ആളുകളാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത് കൃത്യമായിട്ടുള്ളതാണ്. പിണറായി വിജയന് ഏകദേശം 14% കുറഞ്ഞിരുന്നു. അതിലെ ശശി തരൂരിന് 9% കുറഞ്ഞിരുന്നു. അത് രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ 31-40% ആളുകൾ തന്നെ മുഖ്യമന്ത്രിയാവാൻ മറ്റേ വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂര് ഇപ്പോൾ വി ഡി സതീശന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും 18 വയസ്സിന് മേലെയുള്ള പ്രായമുള്ള മലയാളി വോട്ടർമാരുടെ പ്രതികരണമാണ് സി വോട്ടർ ശേഖരിച്ചത്. എന്തായാലും ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പുറത്തുവിടുന്നില്ല, നാളെ പുറത്തുവിടാം. അതായത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം കുതിച്ചു കയറുകയാണ് ഈ ജനങ്ങളുടെ വികാരം. കേരളത്തിലെ മൊത്തം CPM അണികൾ, പ്രത്യേകിച്ച് കണ്ണൂരിൽ അടക്കം വലിയ അട്ടിമറികൾ നടക്കുന്നു. കണ്ണൂരിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, CPM ശക്തി കേന്ദ്രം ഏതൊക്കെയാ? പയ്യന്നൂരും തളിപ്പറമ്പും അതേപോലെ ധർമ്മടവും മട്ടന്നൂരും തലശ്ശേരിയും അട്ടിമറിഞ്ഞാൽ പോലും, കൂത്തുപറമ്പും അട്ടിമറിഞ്ഞാൽ പോലും സംശയിക്കേണ്ട എന്നുള്ളതിനാണ്. ഒരു കുറ്റിച്ചോലിനെ UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവച്ചാൽ പോലും വിജയിക്കുമെന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ കാര്യമാണ്. 140 മണ്ഡലങ്ങളിലും 140 UDF നേടാനുള്ള അവസരമാണ് ഉള്ളത്. എന്നാലും ഇതിൽ പറയുന്നത്, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് 106 സീറ്റ് ഉറപ്പായിട്ട് UDF നേടാം, 14 സീറ്റ് വേണമെങ്കിൽ LDF നേടാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് 10 സീറ്റിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. 106+ അത് വേണമെങ്കിൽ 140 സീറ്റ് വരെ UDFന് ജയിക്കാൻ കഴിയുമെന്നുള്ള വളരെ കൃത്യമായ സർവേയാണ്. 53% പറഞ്ഞാൽ 50% മേലെ വന്നാൽ തന്നെ 140 സീറ്റുകളും നേടിപ്പം ദയനീയമായി പിണറായി വിജയൻ പരാജയപ്പെടുന്നുള്ളതാണ്. റിയാസ് എന്തായാലും തോൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ബേപ്പൂരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അത്രയും ദയനീയമാണ്. ഞങ്ങൾക്ക് CPMന്റെ അണികളാണ് പറയുന്നത് റിയാസ് തോൽക്കണമെന്ന്. കാരണം ഇവരെ മരുമോനും അമ്മായിച്ചനും തമ്മിലുള്ള കളിയാണ് കളിക്കുന്നത്. എന്നിട്ട് അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ റിയാസിനെ കണ്ടുവച്ചിരിക്കുകയാണ്. ആ കണ്ടുവച്ചത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കുടുംബവാഴ്ചയുടെ പാർട്ടിയല്ല. അവിടെ മക്കൾക്കൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കില്ല. നമ്മുടെ VK നായനാരാകട്ടെ, VS അച്യുതാനന്ദനാകട്ടെ, EMS ആകട്ടെ, അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടുപോകാനോ വലിയ സ്ഥാനത്ത് പോസ്റ്റ് ചെയ്യാനോ തയ്യാറായിരുന്നില്ല. അത് അവരെ ഇരിക്കേണ്ടടുത്ത് ഇരിക്കട്ടെ, വർക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ്. എന്നാൽ പിണറായി വിജയൻ അങ്ങനെയല്ല. ഈവൻ മകളെ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഒരു അടുത്ത തവണയേട്ടം പിണറായി വിജയനുടെ മുഖ്യമന്ത്രി ആയിരിക്കാം, പിന്നെ മരുമകന് പകരം മകളെയായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രിയാക്കുക.
കാരണം അദ്ദേഹത്തിന് സമയമായി എന്ന് കണ്ടാൽ അപ്പം ട്വിസ്റ്റ് ചെയ്ത് അദ്ദേഹം മകളെ മുഖ്യമന്ത്രി ആക്കില്ല എന്ന് പറയാൻ പറ്റില്ല. മകളെ ഇപ്പം തട്ടിപ്പ് നടത്താനും മകനെ കള്ളപ്പണം ഉള്ളതെല്ലാം സൂക്ഷിക്കാനും വേണ്ടി ഉപകരണങ്ങളാക്കി പിണറായി വിജയൻ വളർത്തിയിട്ടുണ്ട്. കോടാനുകോടി രൂപയാണ് വിദേശത്ത് പിണറായി വിജയനുള്ളത്. അത് സത്യമാണ്. എൻ്റെ കൈവശം 10,000 കോടി രൂപയുടെ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ. അതിൻ്റെ കിട്ടിയ എന്ന് പറയുന്ന സമയത്താണ് എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് വീണ ജോർജിനെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ കള്ളക്കേസ് എടുക്കും പിണറായി വിജയൻ. നമുക്കറിയാലോ ഉമ്മൻചാണ്ടിക്കെതിരെ വേട്ടയാടിയ അതിനുള്ള തിരിച്ചടിയായിരിക്കണം ഈ ഗവൺമെന്റിനെതിരെയുള്ള. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഉമ്മൻചാണ്ടി എന്ന സാധു മനുഷ്യനെ, നീതിമാനായ മനുഷ്യനെ, നമ്മുടെ വികസന നായകനെ, ഈ സരിതാ നായർ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരിയെ കൊണ്ട്, ഗണേശനും എന്ന് പറയുന്ന ആഭാസനെ കൊണ്ടും ഒരു 3 പേരും കൂടെ ഗൂഢാലോചന നടത്തിയിട്ടാണ് ആ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി അവസാനം ലൈംഗികമായി ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കണം. ആ വയോവൃദ്ധനെ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യനെ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ കാണിച്ച പാവാട പൊക്കിയുള്ള രാഷ്ട്രീയം. എന്നിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് ഹൈക്കോടതിയിൽ. പാവാട രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ കേസ് എടുത്ത് എവിടെ സൈബർ ക്രൈം പോലീസ് കൊച്ചി സിറ്റി. ഹൈക്കോടതി പറഞ്ഞ എന്താ അറിയോ? ആ കേസേ നിൽക്കില്ല എന്നാണ്, ആ വകുപ്പേ നിൽക്കില്ല, IT Act 67 നിൽക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ പ്രമുഖരായ ഓൺലൈൻ ചാനലുകൾക്കെതിരെയും കള്ളക്കേസ് എടുത്തതിന്റെ വഴി അതിന്റെ പ്രേക്ഷകരെല്ലാം ഇത്തവണ നിർബന്ധമായും പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക കൂടിയാണ്. കാരണം ഈ ഗവൺമെന്റ് മാറണം. കാരണം ഇവിടെ നീതിയില്ല, ഇവിടെ ഏകാധിപത്യം മാത്രമാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് പോലീസുകാരോട് നല്ല ബഹുമാനമാണ്. കാരണം അവിടെ ചെന്നാൽ അവർ യാതൊരു തരത്തിലും മോശമായി പെരുമാറുന്നില്ല. അവരെ സാഹചര്യം അതാണ്. മുകളിൽ നിന്ന് പറയുന്ന ഓർഡർ അനുസരിച്ചില്ലെങ്കിൽ അവരെ ജോലി തെറിക്കും, അല്ലെ എവിടെയും ട്രാൻസ്ഫർ ചെയ്യും. ആ അവസ്ഥയിൽ അവർ പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ അവർ മടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഇനി ഞങ്ങൾക്ക് വേണ്ട ഈ ഗവൺമെന്റ്, ഇനി പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പോലീസ് സേന. എന്തായാലും എനിക്കെതിരെ കേസ് പോലെ ഷാജൻസ്കറിയക്കെതിരെ നല്ല ആരാധകരുള്ള ഒരു അവതാരകനാണ് ഷാജൻസ്കറിയ. അതേപോലെ ഉള്ള KM ഷാജഹാൻ, അതേപോലെ സുമേഷ് മാർക്കോപ്പളോ, അതേപോലുള്ള ആളുകളെ നിരന്തരമായിട്ട് വേട്ടയാടുകയാണ്. ഇവരൊക്കെ തന്നെ എത്രമാത്രം അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ അത്രമാത്രം ജനങ്ങൾ തിരിച്ചടിക്കും. കാരണം കള്ളക്കേസ് എടുത്തതെല്ലാം വേട്ടയാടുകയായിരുന്നില്ലേ. അടിയന്തരാവസ്ഥ സമയത്തൊക്കെ നമ്മൾ കേട്ട എന്താ? പിണറായി വിജയൻ അതിഭീകരമായി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു, പത്രസ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്നൊക്കെയല്ലേ. പിണറായി വിജയന്റെ ഭരണകാലത്ത് എന്തെങ്കിലും പത്രസ്വാതന്ത്ര്യം ഉണ്ടോ? ഓരോ പത്രത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലാണ് പോലീസ്, അവിടെയുള്ള എക്യുപ്മെന്റ്സ് കടത്തിക്കൊണ്ടുപോവാണ്. ഇതുപോലൊരു തട്ടിപ്പ് ഇവര്, ഇതുപോലൊരു മാഫിയ തലവൻ, ഇതുപോലൊരു കള്ളൻ, പെരുങ്കള്ളൻ. എനിക്കറിയാലോ ലാവ്ലിൻ കേസിൽ കട്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ കൂടെ പറഞ്ഞുതരാം. പിണറായി വിജയൻ എങ്ങനെയാണ് മോഷ്ടിച്ചത് അതിനെക്കുറിച്ച് കൃത്യമായൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം. നന്ദി, നമസ്കാരം.